ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു കിടിലൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. റമദാൻ പ്രമാണിച്ചാണ് കേട്ടോ ഞാൻ ഈ സ്നാക്കിൻ്റെ റെസിപ്പീസ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും കാണാൻ നല്ല മൊഞ്ചായിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഡോ തയ്യാറാക്കണം. ഇതിന് വേണ്ടി ഞാൻ 1 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും, പിന്നെ ഒരു ഡോയ്ക്ക് ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ബോയിലായി വരുമ്പോഴേക്കും നമ്മൾ വെള്ളം അളന്നെടുത്തിട്ടുള്ള ആ ഒരു സെയിം കപ്പിന് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പത്തിരിക്കും അതേപോലെ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സെയിം അരിപ്പൊടിയാണ് കേട്ടോ. അതിനുശേഷം ഇത് കംപ്ലീറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും ഇതിൻ്റെ ഒരു മീഡിയം ചൂടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് നമ്മൾ പത്തിരിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മീഡിയം സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഒരു പൊട്ടാറ്റോ ബോയിൽ ചെയ്ത് മാഷ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളകും ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡോയിലേക്ക് നമ്മൾ മാഷ് ചെയ്തെടുത്തിട്ടുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പൊട്ടാറ്റോയും കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് സോൾട്ട് ചേർത്തിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഡോയിലും സോൾട്ട് ചേർത്തിട്ടുണ്ട്, പൊട്ടാറ്റോയിലും ചേർത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ചിക്കനിലും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സോൾട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അഡീഷണൽ സോൾട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം ചിക്കനും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ വെജിറ്റബിൾസ് ആയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ പ്യുവർലി വെജിറ്റേറിയൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചിക്കൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് നല്ലൊരു വെജിറ്റബിൾ സ്നാക്ക് തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. വെജിറ്റേറിയൻസിന് പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ചിക്കൻ കഴിക്കില്ല, ഒരു പക്ഷേ ബീഫോ മട്ടനോ അതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ കുക്ക് ചെയ്ത പോലെ തന്നെ കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ല വെജിറ്റേറിയൻസ് ആണെങ്കിൽ വെജിറ്റബിൾസ് മാത്രം മതിയാവും. ഇനി നമ്മൾ ഈ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനുശേഷം ഇത് കംപ്ലീറ്റ്ലി നമ്മൾ നന്നായിട്ട് നേരത്തെ നമ്മൾ ആ ഡോ റെഡിയാക്കി എടുത്തില്ലേ, കുഴച്ചെടുത്തതുപോലെ തന്നെ നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. ഇപ്പം എന്ത് ചെയ്യാൻ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു 1/2 പോർഷൻ ഞാൻ എടുത്ത് നമുക്കൊരു ചപ്പാത്തിയുടെ ഒരു പലകയോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു മാറ്റോ എടുക്കുക കേട്ടോ, ഒരു കട്ടിംഗ് ബോർഡോ എന്താ ഉള്ളത് അതിലേക്ക് വെച്ച് ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ചപ്പാത്തിയുടെ റോളർ യൂസ് ചെയ്തതിന് ശേഷം ഇതേപോലെ കുറച്ച് തിക്നെസ്സിലൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റാറിൻ്റെ കട്ടർ യൂസ് ചെയ്തതിന് ശേഷം ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഓരോരോ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ആ ഒരു രീതിയിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലും എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും കണ്ടോ, കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമുക്ക് കുട്ടികളെയൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലൊക്കെ ഈ ഒരു ഷേപ്പിൽ അവർക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കും കേട്ടോ. അവർ നല്ല ഇൻട്രസ്റ്റോടുകൂടി കഴിക്കും. ഇനി ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഓയിലിൻ്റെ ചൂടൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ഓരോ പീസസ് ആയിട്ട് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ബാച്ചിൽ 3 പീസ് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓയിലിൻ്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്യണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഒത്തിരി സമയമൊന്നും നമുക്കിതിന് ആവശ്യമില്ല ഇത് ഫ്രൈ ആയി കിട്ടാൻ. കാരണം നമ്മൾ ഇതിൽ ചേർത്തിട്ട് ഓൾമോസ്റ്റ് ഇൻഗ്രീഡിയൻസും നമ്മൾ കുക്ക് ചെയ്തെടുത്തതാണല്ലേ, കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കിട്ടും. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് ഇഫ്താർ സ്നാക്കായിട്ടൊക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ളതാണ്. നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ പറ്റും.
നമുക്ക് തന്നെ അറിയാമല്ലേ, നമ്മളിപ്പോൾ ഒരു ഫുഡ് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലുക്ക് വൈസ് ആയിരിക്കും. അത് ഫസ്റ്റ് ഇംപ്രഷൻ, ആ ഒരു ഇംപ്രഷനിലോടുകൂടി ആയിരിക്കും നമുക്കത് കഴിക്കാൻ തോന്നുന്നത് അല്ലേ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലേ നമുക്ക് തീർച്ചയായിട്ടും അത് വായിലേക്ക് വെക്കാൻ തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ഫുഡ് ഉണ്ടാക്കുമ്പോഴും ആ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. കാണാനും കൂടി കുറച്ച് മൊഞ്ചുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ടേസ്റ്റ് ഒന്നും ആരും ഒരുപക്ഷെ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇത് അങ്ങനെയല്ല കേട്ടോ, ഇത് ടേസ്റ്റും അതേപോലെ തന്നെ കാണാനും നല്ല ഭംഗി തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ്ലി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ്ലി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്രിസ്പിനെസ് ഒന്ന് നോക്കാം. കണ്ടോ, ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പിയും അതേപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചതാണ്. ഓക്കെ, ഇപ്പം മിറാജ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.